ആക്ടർ മണികണ്ഠൻ്റെ ഇഷ്യൂ നിങ്ങൾ അറിഞ്ഞിട്ടുണ്ട് എന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. 2-3 ആഴ്ച മുമ്പ് മനോരമ റിപ്പോർട്ട് ചെയ്ത ന്യൂസ്, അതിൻ്റെ അകത്ത് മണികണ്ഠൻ്റെ ഫോട്ടോ വെച്ചിട്ടുണ്ട്. മണികണ്ഠന് ആ മാറ്ററുമായിട്ട് ഒരു ബന്ധവുമില്ല. നമുക്ക് ആ മണികണ്ഠൻ്റെ വീഡിയോ ഒന്ന് കണ്ടു നോക്കാം. ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് മനോരമയ്ക്ക് ഒരു നല്ല നമസ്കാരം പറഞ്ഞുകൊണ്ട് ഞാൻ വിഷയത്തിലേക്ക് കിടക്കാം. ഇന്ന് മനോരമ പത്രത്തിലെ മലപ്പുറം എഡിഷനിൽ എന്നെപ്പറ്റി ഒരു വാർത്ത വന്നു. എൻ്റെ ഏറ്റവും നല്ലൊരു ഫോട്ടോ വെച്ചിട്ട് എന്നെ കൃത്യമായി ഞാനാണെന്ന് മനസ്സിലാവുന്ന രീതിയിൽ തന്നെ വളരെ വ്യക്തമായ ഒരു ഫോട്ടോ വെച്ചിട്ട് നടൻ മണികണ്ഠൻ അറസ്റ്റ്. കേസ് തുടർന്ന് വായിക്കുമ്പോൾ അറിയാൻ കഴിയുന്നത് ഞാനല്ല, വേറൊരു മണികണ്ഠനാണ്. കള്ളപ്പണമാണ് വിഷയം. അപ്പോൾ മനോരമയ്ക്ക് എൻ്റെ പടം കണ്ടാൽ അറിയില്ലേ എന്നുള്ളൊരു സംശയം എനിക്കുണ്ട്. മനോരമയ്ക്ക് അറിയാത്ത ഒരാളാണോ ഞാനെന്ന് സംശയിച്ചു പോവുകയാണ്. എന്തായാലും അതെന്നെ വളരെയധികം ബാധിച്ചു എന്നുള്ളത് കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. കാരണം ഞാൻ ഈ വാർത്ത അറിയുന്നത് ഇവിടെ ആരെങ്കിലും പറഞ്ഞല്ല. അടുത്ത മാസമൊക്കെ ആയിട്ട് ഞാൻ ചെയ്യേണ്ട ഒരു സിനിമ, ഒരു തമിഴ് സിനിമയുടെ പ്രൊഡക്ഷൻ കൺട്രോളർ എന്നെ വിളിച്ചു. അദ്ദേഹത്തിന്റെ നമ്പർ ഞാൻ സേവ് ചെയ്തിട്ടുണ്ട്, എന്റെ നമ്പർ അദ്ദേഹം സേവ് ചെയ്തിട്ടുണ്ട്. ഞങ്ങൾ നിരന്തരം സംസാരിക്കാറുള്ളതാണ്. അപ്പോൾ കുറച്ചായിട്ട് ഒരു 1-2 ആഴ്ചയായിട്ട് വിളിച്ചിട്ടില്ല. അപ്പോൾ ഇന്ന് വിളിച്ചപ്പോൾ ഞാൻ സിനിമയുടെ കാര്യങ്ങൾ പറയാനാണെന്ന് വിളിച്ചു. ഹലോ എന്ന് പറഞ്ഞപ്പോൾ അവിടെ സൈലന്റ് ആണ്. അത് കഴിഞ്ഞ് ഞാൻ ഹലോ സാർ എപ്പടി இருக்கீங்க, நல்லா இருக்கீங்களா, சொல்லுங்க ഹലോ എന്ന് പറഞ്ഞപ്പോൾ ഇത് മണികണ്ഠനാ? அதே மணிகண்டனாണ് എന്ന് പറഞ്ഞപ്പോ இல்ல நீங்க உங்களை அரெஸ்ட் பண்ணிட்டாங்கன்னு சொல்லி ஒரு நியூஸ் வந்து கேரளால எனக்கு ஒரு ஃப்ரெண்ட் இருக்காரு, அவர் அனுப்புனாரு. அப்படிதான் நான் உங்களுக்கு கால் பண்ணது ഉണ്മയാണെന്ന് தெரிஞ்சுக்கிறதுக்கு എന്ന് പറഞ്ഞിട്ട് പുള്ളി പറഞ്ഞപ്പോഴാണ് ഞാൻ ഈ വിഷയം അറിയുന്നത്. അപ്പോൾ അവർക്ക് വിളിക്കാൻ തോന്നിയത് കൊണ്ട് അവർക്ക് മനസ്സിലായി ഞാനല്ലാന്ന്. അവരാ സമയത്ത് ആ നടൻ അറസ്റ്റിലായി, നമുക്ക് വേറെ ഒരാളെ കാസ്റ്റ് ചെയ്യാമെന്ന് ആലോചിച്ചിരുന്നെങ്കിൽ എന്റെ ഒരവസരവും നഷ്ടപ്പെട്ടേനെ. അപ്പൊ ഇനി എത്ര അവസരങ്ങൾ നഷ്ടപ്പെടുമെന്നൊന്നും എനിക്ക് അറിയില്ല. അതുകൊണ്ടാണ് എത്രയും പെട്ടെന്ന് ഈ സത്യാവസ്ഥ നിങ്ങളെ അറിയിക്കണം, ജനങ്ങളെ അറിയിക്കണം എന്ന് കരുതിക്കൊണ്ടാണ് ഈ വീഡിയോ ചെയ്യുന്നത്. എന്തായാലും ഇത് നിയമപരമായി തന്നെ മുന്നോട്ട് പോകും. കാരണം എന്റെ ജീവിതത്തിൽ ഈ കഴിഞ്ഞ ഇത്രയും കാലമായിട്ട് ഞാൻ ഒരു ചീത്തപ്പേരും ഉണ്ടാക്കിയിട്ടില്ല. അത് ഉണ്ടാക്കാതിരിക്കാൻ ഉള്ള എല്ലാ ശ്രമങ്ങളും എന്റെ ജീവിതത്തിലെ ഓരോ നിമിഷങ്ങളിലും ഉണ്ട്. അപ്പോൾ വളരെ നിസ്സാരമായിട്ട് എനിക്കൊരു ചീത്തപ്പേരുണ്ടാക്കി തന്ന, വളരെ എളുപ്പത്തിൽ ചീത്തപ്പേരുണ്ടാക്കി തന്ന മനോരമയ്ക്ക് ഒരിക്കൽ കൂടി ഒരു നല്ല നമസ്കാരവും നന്ദിയും പറഞ്ഞുകൊണ്ട് നിയമപരമായി തന്നെ മുന്നോട്ട് പോകുമെന്ന് ഒരു 3-4 ദിവസം മുമ്പ് പുള്ളി ഹൈദരാലിക്ക് കൊടുത്തൊരു ഇന്റർവ്യൂവിൻ്റെ അകത്ത് ഈ മാറ്ററാണ് പറയുന്നത്. മനോരമയും ആക്ടർ മണികണ്ഠനും തമ്മിലുണ്ടായ ആ ഇഷ്യൂവിൻ്റെ ബാക്കി അപ്ഡേറ്റ് നമുക്ക് ഇവിടെ ഒന്ന് കേട്ടു. കോംപ്രമൈസ് ചെയ്യാം എന്നുള്ള രീതിയിലാണ് വന്നത്. പക്ഷെ അവിടെ ഞാൻ കോംപ്രമൈസ് ആയില്ല. ഞാൻ പറഞ്ഞു ഇത് ചായക്കടയിലോ വീട്ടിലോ ഇരുന്ന് തീർക്കാനുള്ള പ്രശ്നമല്ല, ഇത് പത്രത്തിൽ തന്നെ തീരണം. നിന്റെ മുതിർന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ വന്നു കഴിഞ്ഞാൽ നമുക്ക് സംസാരിക്കാമെന്ന് പറഞ്ഞ് എൻ്റെ വീട്ടിൽ എറണാകുളത്തെ ഒരു ചീഫ് എന്ന് പറയുന്ന ഒരാൾ, അദ്ദേഹത്തിൻ്റെ പേര് എനിക്കറിയില്ല, പേര് പറയുന്നുമില്ല. അപ്പോൾ അങ്ങനൊരു പ്രവർത്തകൻ വന്നിട്ട് അവരുടെ ഭാഗത്തുള്ള കാര്യങ്ങൾ പറഞ്ഞ് അവർക്ക് ഇങ്ങനെ വാർത്ത മാത്രമായിരുന്നു ഹെഡ് ഓഫീസിൽ നിന്നുള്ളൊരു ഓർഡർ, അത് മലപ്പുറം റിപ്പോർട്ടർ തെറ്റിച്ചു അല്ലെങ്കിൽ അയാൾക്ക് തെറ്റിപ്പോയി എന്ന് വളരെ സിമ്പിളായിട്ട് 2 ലൈനിൽ തീർന്നു. ഞാൻ ചോദിച്ചു, ഇത് പറഞ്ഞപ്പോൾ 2 ലൈനിൽ തീർന്നു. പക്ഷെ മലപ്പുറം റിപ്പോർട്ടർ തെറ്റിച്ചെന്ന് വെച്ചാൽ മണികണ്ഠൻ ഇയാളെ അറിയാത്തവരാരുമില്ല. ഇയാൾ മലയാളത്തിലാണെങ്കിലും തമിഴ്, തെലുങ്ക് ഭാഷകളിലൊക്കെ ഇദ്ദേഹം അഭിനയിച്ചിട്ടുണ്ട്. രജനീകാന്തിൻ്റെ കൂടെ വരെ അഭിനയിച്ചിട്ടുണ്ട്. എന്ന് വെച്ചാൽ ഇത്രയൊക്കെ ഫേമസ് ആയതുകൊണ്ട് ഞാൻ അറിയണമെന്നുണ്ടോ എന്ന് എഡിറ്റർ ചോദിച്ചു കഴിഞ്ഞാൽ അയാൾ ഒരു ന്യൂസ് റിപ്പോർട്ടറായിട്ട് അല്ലെങ്കിൽ എഡിറ്ററായിട്ട് ഒരു മീഡിയ ചാനൽ വർക്ക് ചെയ്യുമ്പം അയാൾ അറിയേണ്ടതുണ്ട്. അയാൾ സാധാരണക്കാരൻ, ഒരു കൂലിപ്പണിക്കാരനോ അല്ലെങ്കിൽ ഗവൺമെൻറ് എംപ്ലോയോ ഒരു ബിസിനസ്മാനോ ആണെന്നുണ്ടെങ്കിൽ ഈ പറയുന്ന ചോദ്യത്തിന് പ്രസക്തിയില്ല. ഞാൻ സിനിമ കാണാറില്ല, ഞാൻ പത്രം വായിക്കാറില്ല. പക്ഷേ അദ്ദേഹം വർക്ക് ചെയ്യുന്ന തൊഴിൽ മേഖല മീഡിയയാണ്, അപ്പം അറിയേണ്ടതുണ്ട്. ഇത് വളരെ നിസ്സാരമായിട്ട് അവർക്ക് തള്ളിക്കളയാൻ പറ്റും. ഇതൊരു ഡിഫാമേഷനാണ്, അപകീർത്തിപ്പെടുത്തുന്ന പരിപാടിയാണ്. കാരണം ഈ പറയുന്ന ആക്ടർ മണികണ്ഠന് ഇതുമായിട്ടൊരു ബന്ധവും ഇല്ലാത്ത സ്ഥിതിക്ക് പിന്നെ എന്തിനാണ് അദ്ദേഹത്തിൻ്റെ ഫോട്ടോ വെച്ചതെന്നുള്ളത് വ്യക്തമാക്കണം. ഇനി അങ്ങനെ ഒരു തെറ്റ് പറ്റിയിട്ടുണ്ടെങ്കിൽ അതിന് ക്ഷമ പറഞ്ഞുകൊണ്ട് വീണ്ടും ഒരു വാർത്ത ഇടുകയാണ് മര്യാദ. പക്ഷേ ആ മര്യാദയുടെ രീതി ഒന്നും ഇവിടെ കണ്ടില്ല. മീഡിയ എപ്പോഴും എന്താണ്, സെൻസേഷൻ വാർത്തകളിലോട്ട് പിടിക്കും. ഒരു പേര് കേട്ടാൽ മതി വലിച്ചിടാൻ വേണ്ടി. നമുക്കറിയാം പല കേസുകളിലും കുറ്റാരോപിതനായ ആൾക്കാരെ, കുറ്റം ആരോപിക്കപ്പെട്ടവർ ഇവരുടെ ഫോട്ടോസ് ഇടും, ഇവരുടെ ഡീറ്റെയിൽസ് ഇടും, അവരുടെ വീട്ടിൽ പോവും, അവർ വീട്ടിൽ നിന്ന് ഇറങ്ങുന്ന കാര്യങ്ങൾ, അവർ കോടതിയിൽ പോകുന്നു, എല്ലാം ഇടുന്നുണ്ട്. ലൈവായിട്ടും കൊടുക്കും. പോലീസ് ചോദ്യം ചെയ്യാൻ പോകുന്നൊക്കെ ഇടുന്നുണ്ട്. കുറ്റം ആരോപിക്കപ്പെട്ട
അയാൾ വിചാരണ ചെയ്യപ്പെട്ട് ഇതൊരു ഫേക്ക് കേസാണെന്നുണ്ടെങ്കിൽ ഇവരാരെങ്കിലും പിന്നീട് ഇദ്ദേഹത്തിന് നീതി കിട്ടി, ഫേക്ക് കേസാണ്, ഇദ്ദേഹം നിരപരാധിയാണ് എന്ന് പറഞ്ഞുകൊണ്ട് ഏതെങ്കിലും ഒരു മീഡിയ ഇടുന്നതായിട്ട് ഞാൻ കണ്ടിട്ടില്ല. ചില യൂട്യൂബ് ചാനലുകളിലൊക്കെ വന്നിട്ടുണ്ട്. ഇനി ഇട്ടെങ്കിൽ തന്നെ വിരളിൽ എണ്ണാവുന്ന കാണുള്ളൂ. കഴിവതും അത് ഇടാൻ ശ്രമിക്കാറില്ല. അവർ പുതിയ കേസിലോട്ട് പോകും. ഒരു സെൻസേഷൻ ന്യൂസ് കൈ കിട്ടി അതിൻ്റെ ബാക്കി അറിയണമെന്ന് നിർബന്ധവും ഇല്ല അവർക്ക്. ഇതാണ് മീഡിയ. അത് എൻ്റെ ലൈഫിനെ എത്രത്തോളം ബാധിക്കുന്നു എന്നുള്ളത് ഇപ്പോൾ OTT-യിലൊക്കെ അറിയാമല്ലോ. എന്തെങ്കിലും ഒരു ആരോപണം മതി, പടം പോലും എടുക്കില്ല. അപ്പം അങ്ങനെ പല വിഷയങ്ങളും എനിക്ക് പല അഡ്വാൻസുകൾ ബ്ലോക്കായി. കാരണം പലതും ആയിരിക്കാം. പക്ഷെ എനിക്കിപ്പോൾ കേസിലൊക്കെ പ്രതിയാകുമ്പം, സിനിമയിലൊക്കെ വർക്ക് ചെയ്യുമ്പം അത് ചിലവർ നമ്മളെന്തിനാണ് ഇങ്ങനെയുള്ളവരെ നമ്മുടെ വർക്കിൽ ഉൾക്കൊള്ളിക്കേണ്ട ആവശ്യമുണ്ടോ, നമുക്കതുകൊണ്ട് എന്താണ് ബെനിഫിറ്റ്, കഴിവതും അവോയ്ഡ് ചെയ്യാൻ പറ്റി അവോയ്ഡ് ചെയ്തേക്ക് എന്നുള്ളത് നിലപാടെടുത്ത് നിൽക്കും. അത് അവരെ കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഇദ്ദേഹത്തിനോടുള്ള സോഷ്യൽ മീഡിയ അല്ല പബ്ലിക്കിലുള്ള വെറുപ്പ് നമ്മുടെ സിനിമയെ ബാധിക്കുമോ എന്നാണ് അവർ ചിന്തിക്കുന്നത്. നമ്മളിപ്പോൾ നിരപരാധിയാണ്, നമ്മൾ ജെന്യുനാന്നൊക്കെ തെളിയിച്ചു വരുമ്പോൾ കാലം കടന്നു പോകും. അതാണ് കാലം. പുരുഷൻ എന്ന് പറയുന്ന ആളെ മാക്സിമം ടോർച്ചർ ചെയ്യാൻ വേണ്ടിയാണ് മീഡിയാസ് എപ്പോഴും നോക്കുന്നത്. സ്ത്രീകൾക്ക് എപ്പോഴും പ്രൊട്ടക്ഷനുണ്ട്. ഒരു പുരുഷൻ പീഡിപ്പിക്കപ്പെട്ടാൽ പോലും അതിൻ്റെ ഫോർവേഡ് ചെയ്താലും പോകുന്നില്ല. ഈ മീഡിയ മൂലം മാനസികമായി ഇദ്ദേഹം നേരിടുന്ന ഡിപ്രഷൻ നമുക്കറിയാം. 10 പേര് കൂടുമ്പോൾ ഉള്ളാകുന്ന നോട്ടം, 10 പേര് കൂടുമ്പോൾ നമ്മളോട് ചോദിക്കുന്ന ചോദ്യങ്ങൾ, നമ്മൾക്കെതിരെ ഒരു കുറ്റം ആരോപിച്ചു കഴിഞ്ഞാൽ നമ്മളത് തെളിയിക്കുക എന്നുള്ളതാണ് നമ്മുടെ ഡ്യൂട്ടി. തെളിയിക്കുന്നവരെ നമ്മൾ കുറ്റാരോപിതനാണെങ്കിൽ പോലും മീഡിയാസ് നമ്മളെ കുറ്റാരോപിതൻ എന്നുള്ളത് മറച്ചുകൊണ്ട് ഇയാൾ തന്നെയാണ് പ്രതി എന്നുള്ള ഒരു ഫൈനൽ ഡിസിഷനിലോട്ട് മീഡിയാസ് പോകും. കാരണം മാക്സിമം തംബ്നെയിൽ വെച്ച് പോസ്റ്റേഴ്സ് ഇൻസ്റ്റാഗ്രാമിൽ കൊടുക്കാനൊക്കെ അവരതാണ് നോക്കുന്നത്. അത് ശരിയാണോ എന്ന് മീഡിയാസ് സ്ഥിരീകരിക്കേണ്ടതാണ്. അവർ എപ്പോഴും സെൻസേഷൻ എന്നിട്ട് ഓടിക്കൊണ്ടിരിക്കുകയല്ലേ. വിശ്വസിക്കാൻ കഴിയുന്നതാണെന്നല്ലേ, പല കാരണമായിരിക്കാം. പക്ഷേ അങ്ങനെ എനിക്ക് പേടിയുണ്ട്. ഇപ്പം ഞാൻ ഇങ്ങനെയൊക്കെ ഉള്ളതുകൊണ്ട് ഇനി എന്നെ വിളിക്കുമോ എന്നുള്ള പേടിയുണ്ട്. അപ്പോൾ എനിക്ക് സാമ്പത്തികമായിട്ടും മാനസികമായിട്ടും ആളുകൾ വിളിച്ചിട്ട് ചോദിക്കുക, അതിന് ഉത്തരം പറഞ്ഞുകൊണ്ടിരിക്കുക, അതൊരു ബുദ്ധിമുട്ടുള്ള കേസാണ്. ഇപ്പോൾ ഞാൻ വീഡിയോ ഇട്ട് കഴിഞ്ഞപ്പോൾ വീണ്ടും അത് കൂടി. വീഡിയോ ഇട്ടില്ലായിരുന്നെങ്കിൽ ഇത് കണ്ടവർ ഈ ഒരു പത്രം കയ്യിൽ കിട്ടിയ ആദ്യത്തെ പ്രവർത്തനം എന്ന് പറയുന്നത് കാണുക എന്നുള്ളതാണ്. അതെ. പിന്നെയാണ് ഒരു ഫോട്ടോയിലേക്ക് ആരും നോക്കൂ. അതെ, ആദ്യത്തെ ഹെഡിങ് വായിച്ചു. അത് അറസ്റ്റ് എന്ന് പറഞ്ഞാണ് എനിക്ക്. നമ്മളെല്ലാവരും പറങ്കട്ടേക്ക് ഞാൻ ജസ്റ്റ് ഒന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊന്ന് ഓടിച്ച് മറിച്ച് നോക്കും. അതിൻ്റെ ഇപ്പം പരിചിതമായ മുഖം ഉണ്ടെന്നുണ്ടെങ്കിൽ നമ്മളൊന്ന് നോക്കും. അതിൻ്റെ സബ് ടൈറ്റിൽ നോക്കും. അതിൻ്റെ അടിയിലോട്ടുള്ള പേര് തിരക്കുണ്ടെന്നുണ്ടെങ്കിൽ നോക്കില്ല, തിരക്കില്ല. ഒരു ഞായറാഴ്ച രാവിലേക്കാണ് നമ്മൾ ചിലപ്പോൾ ഇന്ന് വായിക്കും. തിരക്കുള്ളവരാണെങ്കിൽ ആ ഹെഡ്ലൈൻ വായിച്ചെങ്കിൽ വിടുകയുള്ളൂ. അയാളുടെ മനസ്സിൽ പരിചിതമായ ഒരു ആക്ടർ എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും പരിചിതമാകും. പേരറിയത്തില്ലെങ്കിലും അയാളെ കണ്ടാൽ പെട്ടെന്ന് മനസ്സിലാവും. അപ്പോൾ വായിച്ച് വരുമ്പോൾ അയാളുടെ പേരും കിട്ടി കണക്റ്റായി ഇയാൾ പിന്നെ പ്രതിയാണല്ലോ. നമ്മൾ പിന്നീട് ആ ദിവസം അന്ന് കാണുന്നവരോടൊക്കെ നമ്മൾ ഫ്രീ ടൈമിൽ ഒരു ചായ കുടിക്കുന്ന ടോക്കൊക്കെ വരുമ്പോൾ നമ്മുടെ പറയുന്ന നീ കണ്ടായിരുന്നോ, നമ്മളത് ചോദിക്കും നമ്മുടെ ഫ്രീ ടൈം. അപ്പോൾ ആ ഒരു ഡിസ്കഷൻ ഒരു 4-5 പേർക്കിടയിൽ വന്ന് ഇത് അവരിലോട്ട് സ്പ്രെഡ് ആവും. ഇതിനാര് സമാധാനം പറയും? മീഡിയ പറയുമോ? ആദ്യം കേൾക്കുന്നത്. പക്ഷെ അതിൽ എഴുതിയിരിക്കുന്നത് സസ്പെൻഷൻ എന്നാണ്. അതെ, നടൻ മണികണ്ഠൻ സസ്പെൻഷനിൽ എന്ന് പറഞ്ഞിട്ടാണ് ഹെഡിങ്. പക്ഷേ എന്നോട് വന്നിട്ടുള്ള വോയിസ് മെസ്സേജുകൾ മണികണ്ഠനെ അറസ്റ്റ് ചെയ്തെന്ന് പറഞ്ഞ് മനോരമയിൽ വന്നിട്ടുണ്ടല്ലോ എന്ന്. അപ്പോൾ അവർ അതിന് കൃത്യമായി കാണുന്നില്ല. ഒരു കാഴ്ചയിൽ അവർ തീരുമാനിക്കുകയാണ്. അങ്ങനത്തെ തീരുമാനങ്ങൾ എനിക്ക് ദോഷമല്ലേ ചെയ്യണേ. അങ്ങനെ എന്താ പറയുക, അത് ഷെയർ ചെയ്യപ്പെടുക, അത് ഗ്രൂപ്പുകളിൽ പാസ് ചെയ്യപ്പെടുക. ഇത് ചീഫ് വന്നിട്ട് ഇതാണ് പറഞ്ഞത്. ഞാൻ കുറേ കാര്യങ്ങൾ പറഞ്ഞു. അല്ല, മണികണ്ഠൻ അങ്ങോട്ട് വെച്ച ഡിമാൻഡ് എന്തായിരുന്നു? ഡിമാൻഡ് വെച്ചാൽ നമ്മുടെ ഒരു ആവശ്യമാണ്, ഡിമാൻഡ് അല്ല. എൻ്റെ ആവശ്യം ഇത്രേ ഉണ്ടായിരുന്നുള്ളൂ. എൻ്റെ ഫോട്ടോ ഒരു വാർത്ത കറക്റ്റാണ്, നടന്ന സംഭവം. അതിൽ തെറ്റായി ഫോട്ടോ വന്നു. അപ്പോൾ എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഈ ഫോട്ടോ മറ്റൊരു വാർത്തയിൽ ഉപയോഗിച്ചതിൽ തെറ്റായി ഉപയോഗിച്ചതിൽ മനോരമ മണികണ്ഠൻ എന്ന് പറയുന്ന നടനോട് ക്ഷമ ചോദിക്കുന്നു. ഇതുകൊണ്ടുണ്ടായിട്ടുള്ള മാനസികവും സാമ്പത്തികവുമായിട്ടുള്ള നഷ്ടങ്ങൾക്ക് ഖേദം പ്രകടിപ്പിക്കുന്നു എന്ന് മാത്രം, എനിക്കൊന്നും നിങ്ങൾ തരണ്ട എന്ന് മാത്രം മതി. ഞാൻ പറഞ്ഞു. അത് കഴിഞ്ഞ് അവർ പോകാൻ നിർത്തി ഞാൻ ഓടിച്ചെന്ന് പറഞ്ഞു, എനിക്ക് സാമ്പത്തികമായിട്ട് നഷ്ടം വന്നിട്ടുണ്ട്, ഇത് നിങ്ങളുടെ സാർമാരോട് പറയുകയാണെങ്കിൽ എന്തെങ്കിലും തന്നാൽ ഞാൻ വേണ്ടെന്ന് പറയില്ല, കാരണം അത്രയും ബുദ്ധിമുട്ടുണ്ട്. സത്യം, ഞാൻ ഉള്ള കാര്യം പറഞ്ഞു. അപ്പോൾ അത് കഴിഞ്ഞ് ഞാൻ പറഞ്ഞു, എൻ്റെ പ്രധാന ലക്ഷ്യം പൈസയല്ല, എനിക്ക് വേണ്ടിയുമല്ല, എനിക്ക് വേണ്ടി മാത്രമല്ല, എനിക്ക് വേണ്ടിയെന്ന് വെച്ചാൽ എൻ്റെ വീഡിയോയിൽ തന്നെ എനിക്ക് വേണ്ടിയുള്ള കാര്യം ഞാൻ ചെയ്തു. തീർച്ചയായിട്ടും എനിക്ക് തോന്നണം അത് പത്രം വായിച്ചതിനേക്കാൾ കൂടുതൽ ആളുകൾ ചെയ്തു പോയിട്ടുണ്ട്. അപ്പോൾ ഇത്
സമൂഹത്തിൽ ഇനി ആർക്കും സംഭവിക്കാതിരിക്കാൻ വേണ്ടിയും കൂടിയാണ്. അപ്പോൾ അത് രണ്ടാമത് പറഞ്ഞ കാര്യം ഞാൻ സൂചിപ്പിച്ചു പറഞ്ഞു എന്ന് മാത്രമേ ഉള്ളൂ. എൻ്റെ ഏറ്റവും അത്യാവശ്യമായ കാര്യം ഫോട്ടോ മണികണ്ഠന്റെ ഫോട്ടോ മാറ്റി മറ്റേ അന്നത്തെ പ്രതിയുടെ ഫോട്ടോ വെച്ചു. അല്ല, അത് അയാളുടെ ഫോട്ടോ വെക്കണമെന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. എൻ്റെ ഫോട്ടോ വെച്ചിട്ട് ഈ മണികണ്ഠൻ ആചാര്യ എന്ന് പറയുന്ന നടന്റെ ഫോട്ടോ തെറ്റായ ഒരു വാർത്തയിൽ ഉപയോഗിച്ചതിൽ മനോരമ ക്ഷമ ചോദിക്കുന്നു. അയാൾക്കുണ്ടായിട്ടുള്ള മാനസിക ബുദ്ധിമുട്ടും നഷ്ടങ്ങളുമെല്ലാം ഖേദം പ്രകടിപ്പിച്ചാൽ മാത്രം മതി എന്നുള്ളത് തന്നെയാണ് അവർ ചെയ്തിരുന്നു. അപ്പോൾ അവർ എനിക്ക് അതിനൊരു സാധനം അയച്ചു തന്നു. ഞാൻ കൂടുതൽ വിവരങ്ങൾ നമുക്ക് ഇപ്പോൾ ഇതിൽ പറയാൻ കഴിയില്ല. അവരൊരു സാധനം അയച്ചു തന്നു. അതിൽ ഞാൻ തൃപ്തനായിരുന്നു. കാരണം എന്നെ ഇൻ്റർവ്യൂ ചെയ്യുന്ന പോലെ ഉള്ള ഒരു സാധനമാണ് അയച്ചു തന്നത്. അപ്പോൾ ഞാൻ വയലൻ്റായിട്ട് ആ പയ്യനോട് എനിക്കറിയാവുന്ന എന്താ പറയുക, കുറേ നാളുകളായിട്ട് അറിയാവുന്നതുകൊണ്ട് ഞാൻ അവനോട് പറഞ്ഞു, ഇനി വേണ്ട, ഞാൻ വേറെ രീതിയിൽ പോയിക്കോളാം. കാരണം എനിക്ക് നിങ്ങളോടുള്ള വിശ്വാസം നഷ്ടപ്പെട്ടു. നിങ്ങളിനി തിരുത്തുന്നത് ഈ രീതിയിലാണ് തിരുത്തുന്നതെങ്കിൽ നമ്മൾ കുറ്റം ചെയ്ത് ജനം എന്നെ വെച്ചേക്കില്ല. ആ രീതിയിൽ ഞാൻ എന്താ പറയുക, ഞാൻ അവരോട് മാപ്പ് ചോദിക്കുന്ന രീതിയിലോ അല്ലെങ്കിൽ എനിക്കെന്തോ തെറ്റ് പറ്റിയ പോലെയോ ഞാൻ ആ രീതിയിലുള്ള ഒരു എഴുത്താണ് എനിക്ക് ഇങ്ങനെ ചെയ്താൽ മതിയോ എന്ന് ചോദിച്ചത്. അത് ചോദിച്ചത് വലിയ ഉപകാരമായി പോയി. ചോദിക്കാതെ ഇട്ടിരുന്നെങ്കിൽ എല്ലാവരും തിരിഞ്ഞു. മണികണ്ഠൻ പറഞ്ഞത് കറക്റ്റാണ്. പക്ഷേ ഏക്കൽ ഇവർ പറഞ്ഞുകൊണ്ട് വന്ന അല്ലെന്നുണ്ടെങ്കിൽ അടുത്തവർ വെക്കുകയും ചെയ്യും. മണികണ്ഠൻ കരുതി കൂട്ടി എന്തോ ചെയ്ത് അവസാനം മണികണ്ഠൻ മനോരമയുടെ ക്ഷമ പറഞ്ഞ പോലെ ആയിപ്പോയി. ആ ഒരു സിറ്റുവേഷനോട്ട് അവർ കാര്യങ്ങൾ വളച്ചു കൊണ്ടുവരാനുള്ളൊരു ശ്രമം നടത്തിയതായിട്ട് ആണ് മണികണ്ഠൻ ഇവിടെ പറഞ്ഞു വരുന്നതായിട്ട് എനിക്ക് മനസ്സിലായത്. ഉറപ്പായിട്ട് തിരിഞ്ഞാണ്. കാരണം ഒന്നാമത്തെ കാര്യം, ഇതിൻ്റെ അടിയിൽ കമൻസ് നോക്കിയാൽ അറിയാം, ഇത് നടന്മാരും മാധ്യമമായിട്ടുള്ള ഒത്തുള്ള കളിയാണ്. പടം ഇല്ലാണ്ട് വരുമ്പോൾ ഒന്ന് ഓർമ്മിപ്പിക്കാൻ വേണ്ടിയിട്ട് അവർ തമ്മിലുള്ള പരിപാടിയാണ്. പിന്നെ ഇവനൊക്കെ എന്തെങ്കിലും ഒരു ഷോയിലൊരു ചാൻസ് കൊടുത്തു കഴിഞ്ഞാൽ അത് ക്ഷമിച്ച് പോക്കോളും. ഇപ്പോഴും ഞാൻ പറയണേ, എനിക്ക് മനോരമയോട് അല്ലെങ്കിൽ മറ്റാരുടെയോ ഒരു ഷോയോ ഒരു പൈസയോ ഒന്നും വേണ്ട. ഇത് സമൂഹത്തിൽ നടക്കാൻ പാടില്ല. എന്നിട്ട് അവർ അയച്ചു തന്നു. നമ്മൾ മണികണ്ഠൻ മുറി ഇത് പോരാ, ഇത് വേണ്ട എന്ന് പറഞ്ഞു. ഇനി ചെയ്യണ്ടെന്ന് തന്നെ പറഞ്ഞു. എനിക്ക് പിന്നെ അവരോട് ഒരു കോംപ്രമൈസ്, അതായത് അങ്ങനത്തെ കോംപ്രമൈസ് നടക്കുമെന്നുള്ള വിശ്വാസം പോയി. കാരണം അവർ ഇങ്ങനെയാണ് എഴുതുന്നതെങ്കിൽ അത് ഞാൻ പറഞ്ഞ കാര്യങ്ങൾ പൂർണ്ണമായിട്ടും എഴുതി വെച്ചിട്ടുണ്ട്. ഞാനിപ്പോൾ നമ്മളിപ്പോൾ ഇന്റർവ്യൂ തുടങ്ങുന്നതിന് മുമ്പ് അവിടെ നിന്ന് വർത്തമാനം പറഞ്ഞല്ലോ, പേഴ്സണൽ ടോക്ക്, അതെല്ലാം എഴുതി. അതിപ്പോൾ ഇവിടെ ഇരുന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അത് ശരിയാണോ? അല്ല, ഒരിക്കലും അല്ല. അതൊക്കെ എഴുതി. അപ്പോൾ ഞാൻ അവനോട് ചോദിച്ചു, നീ റെക്കോർഡ് ചെയ്തോ? അപ്പോൾ അവൻ ഇല്ല, മാധ്യമ പ്രവർത്തനമാണല്ലോ ചേട്ടാ, അത് ഓർമ്മയിൽ വെക്കാനുള്ള ഒരു സ്കില്ല്. അവനാണ് എഴുതിയത് അയച്ചു കൊടുത്തത്. അതെ, അവനാണ് എഴുതി എനിക്ക് അയച്ചു തന്നത്. ഇങ്ങനെ ഹെഡ് ഓഫീസിൽ നിന്ന് തന്നതെന്നാണോ? ഞാൻ അവനായിട്ട് വയലൻ്റ് ആയപ്പോൾ അവൻ പറഞ്ഞ് ഹെഡ് ഓഫീസിൽ നിന്ന് തന്നാണ്, ഞാൻ ചേട്ടനെ കാണിച്ചെന്നുള്ളൂ, ചേട്ടന് ഇത് പറ്റില്ലെങ്കിൽ പറ്റില്ല എന്ന് പറയാം. എന്നിട്ട് ചേട്ടന് പറഞ്ഞാൽ എഴുതിത്താ, ഞാനത് ഇടാന്ന് പറഞ്ഞു. അപ്പം എനിക്കത് ഞാൻ എഴുതി കൊടുത്താൽ പോലും അത് തന്നെ വരും എന്ന് എനിക്ക് വിശ്വാസം നഷ്ടപ്പെട്ടു. കാരണം ഞാൻ പറഞ്ഞ കാര്യങ്ങൾ അവർ അത്ര ഓർമ്മ വെച്ചിട്ട് ഞാൻ പറഞ്ഞ ഓരോ കാര്യവും എഴുതി വെച്ച് എന്നെ ഇൻ്റർവ്യൂ ചെയ്തതാക്കി മാറ്റിയപ്പോൾ, അത്രയും ബ്രില്യൻസ് അവർ കാണിച്ചപ്പോൾ, ഇവിടെ ഇങ്ങനെയുള്ള ഇഷ്യൂസ് വരുമ്പോൾ നമ്മൾ ആദ്യം മണികണ്ഠൻ ചെയ്ത പോലെ തന്നെ നമുക്ക് തന്നെ സെറ്റ് ചെയ്യാൻ പറ്റുമോ നോക്കുക. നോർമൽ കേസ് ഇതൊക്കെ ഉണ്ടാകുമ്പം സെറ്റിൽ ചെയ്ത് വിടുക. കോർട്ടിലോട്ട് പോകാറില്ല. പക്ഷേ മണികണ്ഠൻ്റെ കോർട്ടിലോട്ട് പോകേണ്ട വന്നു. കാരണം മണികണ്ഠൻ്റെ ഭാഗത്ത് 101% നീതിയുണ്ട്. ഫോൾട്ട് ഉണ്ടായിരിക്കുന്ന മനോരമയുടെ ഭാഗത്തു നിന്നാണ്. അവരങ്ങനെ ഒരു വാർത്ത കൊടുക്കുന്നതിന് മുമ്പ് ശ്രദ്ധിക്കണമായിരുന്നു. ഇതുപോലെ സാധാരണക്കാരനായ പല മനുഷ്യർക്ക് ഇതുപോലൊരു അവസ്ഥ ഉണ്ടായിട്ടുണ്ടോ ഇല്ലയോ നമുക്കറിയത്തില്ല. ഇങ്ങനെയൊക്കെ വാർത്തകൾ കൊടുക്കുമ്പോൾ അതിൻ്റെ എഡിറ്റേഴ്സ് പ്രത്യേകം ശ്രദ്ധിക്കുക. നമ്മൾ വെക്കുന്ന ഫോട്ടോസ്, കിട്ടിയ വാർത്തയുടെ സോഴ്സ് കറക്റ്റായിട്ട് നോക്കുക. ഇല്ലെങ്കിൽ നമ്മൾ മൂലം ഒരു വ്യക്തിയുടെ ലൈഫിനെയാണ് ബാധിക്കുന്നത്. മണികണ്ഠൻ ഇപ്പം സെറ്റിൽമെൻറ്റ് പറഞ്ഞു, ആ സെറ്റിൽമെൻറ്റ് നിങ്ങൾ കൊളാക്കി. പിന്നീട് ഇപ്പം കോടതിയിൽ കേസായിരിക്കുകയാണ്. നിങ്ങൾക്ക് ചിലപ്പം വലിയ ലോയേഴ്സിനൊക്കെ വെച്ച് ചെയ്താലും പക്ഷെ നിൽക്കില്ല, തള്ളിപ്പോവും. തെറ്റുകൾ പറ്റും, തെറ്റും കുറ്റമൊക്കെ എല്ലാവർക്കും പറ്റും, അബദ്ധമൊക്കെ പറ്റും. മനുഷ്യനാണ്. അറിവില്ലായ്മ മൂലമോ എങ്ങനെയല്ലോ നമുക്കൊക്കെ ഫോൾട്ട് ഉണ്ടാവും. നമ്മളാരും പൂർണ്ണരല്ല. പക്ഷേ അത് തിരുത്താനുള്ള മര്യാദ അത് കാണിക്കണം. അവിടെ വീണ്ടും കയറി ചെക്ക് വെക്കാൻ പാടില്ല. ലൈഫിൽ നമുക്ക് അബദ്ധങ്ങൾ പറ്റിക്കഴിയുമ്പോൾ നമ്മൾ തിരുത്തുന്നവരാണ് വിജയിക്കുന്നത്. ഇപ്പം മണികണ്ഠന് അവസാനം വലിയൊരു കോമ്പൻസേഷൻ കൊടുക്കേണ്ടി വരും. എനിക്ക് പിന്നീട് അവരുമായിട്ട് അങ്ങനെ പോകാനുള്ള ധൈര്യം ഇല്ല. ഞാൻ വക്കീലിനെ സമീപിച്ചു, നോട്ടീസ് അയച്ചു. അതെ, അവിടെ അവരൊരു തിരുത്തി എന്ന് പറയുന്നത് തിരുത്തിയിട്ടുണ്ട്. അത് കുറേ എഴുത്തുകളുടെ ഇടയിൽ അവസാനം ഇങ്ങനെ നടൻ മണികണ്ഠൻ ആചാര്യയുടെ
ഫോട്ടോ എന്ന് പോലും പറഞ്ഞില്ല. മണികണ്ഠൻ ആചാര്യ അത് ഞാൻ എന്താ പറയുക ഉണ്ട്, പത്ര കട്ടിങ് ഉണ്ട്. അത് ഒരു ചെറിയ കോളം അത്രേ ഉള്ളൂ. അത് അവിടുത്തെ എഡിഷനിൽ മാത്രം, മലപ്പുറം മാത്രം. പക്ഷെ ഇത് കണ്ടിരിക്കുന്ന മലപ്പുറം മാത്രമല്ല, ലോകം മൊത്തം കണ്ടു. അപ്പം മണികണ്ഠൻ പറഞ്ഞതിൽ പറഞ്ഞിരുന്നോ ഇത് നിങ്ങൾ ഓൾ എഡിഷനിൽ ഇത് കൊടുക്കണമെന്ന് പറഞ്ഞിരുന്നോ? അങ്ങനെ പറഞ്ഞത് പ്രധാന പേജിൽ കൊടുക്കണമെന്നും വലുതാക്കി തന്നെ കൊടുക്കണമെന്നുള്ള രീതിയിലാണ് ഞാൻ ആവശ്യപ്പെട്ടത്. അത് അപ്പോൾ അവർ ഓൾ എഡിഷൻ കൊടുക്കാമെന്നും പറഞ്ഞു, ഈ പറഞ്ഞ പോലെ ചെയ്യാമെന്ന് പറഞ്ഞു. പക്ഷേ അവർ തന്ന ഈ സാധനം എനിക്ക് അവരുമായിട്ടുള്ള വിശ്വാസം നഷ്ടപ്പെടാനുള്ളൊരു കാരണം അത്രയും വളച്ച് ചുരിച്ച് എന്താ പറയുക, എല്ലാവർക്ക് അതിൻ്റെ ടൈറ്റിൽ തന്നെ ഇങ്ങനെയാണ്, ഞാനല്ല മണികണ്ഠൻ, ഇനി ഞാൻ വിവാദത്തിനില്ല. അത് മണികണ്ഠൻ പറയുന്നതായിട്ട് ഞാൻ പറയുന്നതായിട്ട് അവർ എഴുതിയേക്കാം. അതാണ് തലക്കെട്ട്. അതാണ് തലക്കെട്ടായിട്ട് അവർ എഴുതി തന്നത്. ഞാനല്ല മണികണ്ഠൻ, വിവാദത്തിനില്ല. മണികണ്ഠൻ അവർക്ക് അഭിമുഖം കൊടുത്ത പോലെ. അതെ, ആ രീതിയിൽ അവർ തന്നപ്പോൾ തലപ്പത്തിരിക്കുന്നവരറിയാതെ സെറ്റിലാക്കുന്ന കേസാണെന്നും പറയാൻ പറ്റും. ഈ പറയുന്ന എഡിറ്ററിൻ്റെ ഒക്കെ പണി ചിലപ്പം ചോദിച്ചിരിക്കും. അപ്പോൾ ഇപ്പോൾ ആദ്യ പ്രതിയാകുന്ന രീതിയിലുള്ള പരിപാടിയാണ് അവർ. മണികണ്ഠൻ ക്ഷമ പറഞ്ഞ പോലെ ആയിപ്പോയി. നമ്മളൊരു അബദ്ധം പറ്റിയാൽ അബദ്ധമാണെന്ന് സമ്മതിക്കണം. വർഷങ്ങളായിട്ട് മലയാളികൾ ഉപയോഗിക്കുന്ന ഒരു പത്രമാണ് മനോരമ. അവരുടെ ഈ ക്രെഡിബിലിറ്റിയെ ബാധിക്കുന്നൊരു മാറ്ററാണ്. നിങ്ങൾ ക്ഷമ പറഞ്ഞേക്കണം, നമുക്കിങ്ങനെ ഒരു അബദ്ധം പറ്റി, ഇന്ന എല്ലാ എഡിഷനും കൊടുക്കുക. കാരണം ഇദ്ദേഹം സാധാരണക്കാരനല്ല, എല്ലാവരും സെലിബ്രിറ്റിയാണ്. ഇദ്ദേഹം ഈ ഒരു വീഡിയോ ഇടുമ്പോഴും ഇദ്ദേഹം മറ്റ് ചാനലിൽ വന്നിരുന്ന് സംസാരിക്കുമ്പം അത് മനോരമയുടെ റേറ്റിംഗ് നഷ്ടപ്പെടും. മനോരമയുടെ ഫീച്ചർ ഈ ഒന്നാമത്തെ മനോരമയെക്കുറിച്ചുള്ള പഴയ അഭിപ്രായം ജനത്തിന് കുറഞ്ഞു തുടങ്ങി. പൊതുവെ മീഡിയാസിനെക്കുറിച്ച് എല്ലാവരെക്കുറിച്ചും ജനം പറഞ്ഞു പോകുന്നു. നിങ്ങളും കേൾക്കുന്നുണ്ട്. ഇതിപ്പോൾ മീഡിയ ധർമ്മം ഇപ്പോൾ ഒരു ബിസിനസ്സായി. സെൻസേഷനുള്ള വാർത്തകളൊക്കെ ഉള്ളു, അല്ലാത്തൊന്നും മീഡിയ എടുക്കാൻ വന്ന് നമ്മളെല്ലാം അതുപോലെ ഫോഴ്സ് ചെയ്യേണ്ടി വരും. ഈ ഇഷ്യൂ മനോരമ അത് അവോയ്ഡ് ചെയ്യണമെന്ന് പ്രത്യേകിച്ച് ഇദ്ദേഹത്തിനെ അത്രയും സൗത്ത് ഇന്ത്യ മുഴുവൻ അറിയപ്പെടുന്ന നാടാൻ. തമിഴ്, തെലുങ്ക്, മലയാളം എല്ലാം അഭിനയിക്കുന്നുണ്ട്. മനോരമയെ സംബന്ധിച്ച് നമുക്കറിയാം അഡ്വക്കേറ്റ്സ് ഉണ്ട്, അവർക്ക് അവരുടെ ഒരു പാനൽ കാണും. ചിലപ്പോൾ ഇത് കേസ് നടക്കുമ്പോൾ ചിലപ്പോൾ സെറ്റിൽമെൻ്റ് ആവും. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ, ബൈ, ടേക്ക് കെയർ.